ലീഗിന്റെ 18ാം സീസണിൽ സായി സുദർശന്റെ ഗംഭീര ബാറ്റിംഗ് പ്രകടനം തുടരുകയാണ്. മിന്നും ഫോമിൽ കളിക്കുന്ന സായി ലക്നൌ സൂപ്പർ ജെയിൻസിനെതിരെ തകർപ്പൻ അർദ്ധ സെഞ്ചുറിയാണ് നേടിയത്. 37 പന്തിൽ 7 ഫോറും 1 സിക്സും ഉൾപ്പെടെ 56 റൺസാണ് സായി സുദർശൻ നേടിയത്. 65, 84, 6, 103, 74, 63, 49, 5, 82, 56 എന്നിങ്ങനെയാണ് IPL-ലെ അവസാന 10 ഇന്നിംഗ്സിലെ സായി സുദർശന്റെ സ്കോർ. ഒരു സ്കോറിൽ നിന്ന് തന്നെ താരത്തിന്റെ സ്ഥിരത എത്രത്തോളമെന്ന് വ്യക്തമാവും. ഈ സീസണിലെ റൺ വേട്ടക്കാരിൽ നിലവിൽ തലപ്പത്താണ് സായി ഉള്ളത്. അവസാന സീസണിലും മികവ് കാട്ടാൻ സായിക്കായിരുന്നു. ഇതോടെ സായി സുദർശനെ ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. നിലവിൽ ഇന്ത്യയുടെ T20 ടീമിന്റെ ഓപ്പണർമാർ സഞ്ജു സാംസൺ, യശസ്വി ജയ്സ്വാൾ, അഭിഷേക് ശർമ്മ എന്നിവരെല്ലാമാണ്. ഇവരെല്ലാം അതിവേഗം റൺസ് ഉയർത്തുന്നവരും മികച്ച റെക്കോർഡുള്ളവരുമാണ്. എന്നാൽ ഇവരെക്കാളും മികച്ച T20 ഓപ്പണർ ആണോ സായി സുദർശൻ? ഗുജറാത്ത് ഓപ്പണറുടെ പ്രധാന കരുത്തും ദൗർബല്യവും എന്തൊക്കെയാണെന്ന് നോക്കാം. സായി സുദർശന് നിലവിലെ ഇന്ത്യയുടെ മറ്റ് ഓപ്പണർമാരെക്കാൾ സ്ഥിരതയുണ്ടെന്ന് നിസ്സംശയം പറയാം. മിക്ക മത്സരങ്ങളിലും ശരാശരി പ്രകടനമെങ്കിലും സായി സുദർശനിൽ നിന്ന് പ്രതീക്ഷിക്കാം. സ്ഥിരതയുടെ കാര്യത്തിൽ മറ്റു താരങ്ങളെക്കാൾ വിശ്വസ്തൻ സായിയാണ്. എന്നാൽ സായിക്ക് വലിയ ഇമ്പാക്ട് സൃഷ്ടിക്കാനുള്ള കഴിവ് കുറവാണെന്നും പറയാം. ബൗളർമാരെ സമ്മർദ്ദത്തിലാക്കുകയും ടീമിന്റെ സഹതാരങ്ങൾക്കെല്ലാം ആത്മവിശ്വാസം നൽകുക എന്നതും എളുപ്പമുള്ള കാര്യമല്ല. സായിക്ക് ഇത്തരം ഒരു കഴിവ് അവകാശപ്പെടാനാവില്ല. സഞ്ജു സാംസൺ ക്രീസിൽ നിന്നാൽ ആദ്യത്തെ 6 ഓവറിൽ സൃഷ്ടിക്കുന്ന ഇമ്പാക്ടിന്റെ പകുതി പോലും സൃഷ്ടിക്കാൻ സായി സുദർശന് കഴിവില്ല. ഇക്കാര്യത്തിൽ ജയ്സ്വാളും അഭിഷേകുമെല്ലാം സായി സുദർശനേക്കാൾ ഒരു പടി മുകളിലാണ്. സായി സ്ഥിരതയോടെ കളിക്കാൻ ശേഷിയുള്ളവനാണെങ്കിലും നിലവിലെ ഇന്ത്യയുടെ T20 ഓപ്പണർമാരെക്കാൾ ഇമ്പാക്ട് സൃഷ്ടിക്കുന്നവനാണ് എന്ന് പറയാനാവില്ല. സായി സുദർശൻ വലിയ സ്കോറിലേക്ക് ഉയരാൻ ശേഷിയുള്ള താരമാണ്. എന്നാൽ പവർ പ്ലേക്ക് ശേഷമുള്ള താരത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് മോശമാണെന്ന് തന്നെ പറയാം. അർദ്ധ സെഞ്ചുറിയിലേക്ക് മികച്ച സ്ട്രൈക്ക് റേറ്റിലേക്ക് എത്താൻ പലപ്പോഴും സായിക്ക് സാധിക്കാറുണ്ട്. എന്നാൽ ഇതിനുശേഷം സായിക്ക് കാര്യമായ സ്ട്രൈക്ക് റേറ്റിൽ കളിക്കാൻ സാധിക്കില്ലെന്നതാണ് വസ്തുത. ലക്നൌവിനെതിരെ 32 പന്തിലാണ് സായി സുദർശൻ അർദ്ധ സെഞ്ചുറി നേടിയത്. 37 പന്തിൽ 56 റൺസ് എടുത്താണ് പുറത്തായത്. പവർ പ്ലേക്ക് ശേഷവും അതിവേഗം റൺസ് ഉയർത്താൻ സഞ്ജുവിനും ജയ്സ്വാളിനും അഭിഷേകിനും കഴിവുണ്ട്. ക്രീസിൽ നിൽക്കുന്ന സമയത്തോളം മികച്ച സ്ട്രൈക്ക് റേറ്റിൽ കളിക്കാൻ ഇവർക്കാവും. തുടർച്ചയായി വലിയ ഷോട്ടുകൾ കളിക്കുകയും വിക്കറ്റ് പോകുമോ എന്ന് ഭയമില്ലാതെ കളിക്കുകയും ചെയ്യാൻ സായി സുദർശനേക്കാൾ കഴിവ് നിലവിലെ ഇന്ത്യൻ ഓപ്പണർമാർക്കുണ്ട്. സായി സുദർശന്റെ ക്ലാസിക് ശൈലിയേക്കാൾ ഇന്ത്യക്ക് ഉപകരിക്കുന്നത് നിലവിലെ ഓപ്പണർമാരുടെ വെടിക്കെട്ട് ശൈലിയാണ്. സഞ്ജു സാംസണും യശസ്വി ജയ്സ്വാളും അഭിഷേക് ശർമ്മയും ഉള്ളപ്പോൾ സായി സുദർശനെ T20 ഓപ്പണർ ആക്കില്ലെന്ന് ഉറപ്പാണ്. എന്നാൽ സായിയുടെ മികവിനെ അവഗണിക്കാൻ സെലക്ടർമാർ തയ്യാറായേക്കില്ല. അതുകൊണ്ട് തന്നെ ടെസ്റ്റിലേക്ക് താരത്തിന് വെളിയെത്താനാണ് സാധ്യത. വരാനിരിക്കുന്ന ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യൻ ടീമിൽ സായി സുദർശന് അവസരം ലഭിക്കാനാണ് സാധ്യത കൂടുതൽ. എന്നാൽ T20 ഇത്തരം ഒരു അവസരം സായി സുദർശന് ലഭിക്കാൻ സാധ്യത കുറവാണെന്ന് തന്നെ പറയാം.